ഇന്നസെന്റ് മരിച്ച സമയത്ത് പഴയ മുഖ്യമന്ത്രി പോരുന്നത് എങ്ങനെയായിരുന്നു? ഞാൻ പറയുന്ന 56 വണ്ടി, 560 പോലീസും 10 ഫയർഫോഴ്സ് എഞ്ചിനുകൾ എല്ലാം കൂടെ ആ ഇടവഴി കൂടെയാണ് കൊണ്ടുപോയത്. നാട്ടുകാർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഈ പൊങ്ങച്ചം കാണിക്കലാണ്. മറ്റുള്ളവരെ വോട്ട് ചെയ്തത് നിങ്ങളെ അവിടെ കയറ്റിയിട്ടുണ്ട്. നിങ്ങൾ അവരുടെ സെർവന്റാണ്. അതാണ് VD സതീശൻ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കാണിക്കുന്നത്. അദ്ദേഹം കണ്ടിന്യൂസ് മെയിൻറ്റെയിൻ ചെയ്യണം ഈ ഒരു ബിഹേവിയർക്കാർ. അതുപോലെ തന്നെ കയറി ചെന്ന വഴിക്ക് ഷവറിട്ടു. ഒരു മരണം നടന്ന സ്ഥലത്തേക്ക് പോകുന്നപ്പോൾ അവിടെയല്ല പാർട്ടി കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് വലിയൊരു തിരക്കുണ്ടായ സമയത്തായാലും അദ്ദേഹം തന്നെ ഇറങ്ങി ചെന്ന്. ഹലോ, നമസ്കാരം. ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ അമ്പയെ പരാജയപ്പെടുത്തി ഒരു മൂലയ്ക്ക് ഇരുത്തിയ കഥ എല്ലാവർക്കും അറിയാം. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ചില മനുഷ്യർക്ക് അദ്ദേഹത്തിനോട് അടങ്ങാത്ത കലിയാണ്, ഇപ്പോഴും തീർന്നിട്ടില്ല. എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തെ അധിക്ഷേപിക്കാതെ ഏത് സന്ദർഭമായാലും അതിനൊരു വഴി പിണറായി വിജയനെ തിരഞ്ഞെടുക്കും. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. വലിയ സിനിമാ നിർമ്മാതാവായിരുന്നു, നടനാണ്, സംവിധായകനാണ്, അതിലുപരി ഇപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ നേതാവുമാണ്. ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ നിന്ന് താമര ചിഹ്നത്തിൽ BJPക്ക് വേണ്ടി മത്സരിച്ച ആളാണ് മേജർ രവി. പട്ടാളക്കാരനും കൂടെ ആയിരുന്നു, മേജറായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പൊസിഷനുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ. എന്താ സന്ദർഭം എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഹാസ്യ സാമ്രാട്ടി സലീം കുമാർ കഴിഞ്ഞ ദിവസമാണല്ലോ അന്തരിച്ചത്. നമ്മൾക്ക് വിട പറഞ്ഞു പോയതിൽ എല്ലാവരും ദുഃഖിതരായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി സതീശൻ അവിടെ എത്തുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയോട്, കോൺഗ്രസ് പാർട്ടിയോട് വലിയ കൂറ് പുലർത്തിയ നടനായിരുന്നു സലീം കുമാർ. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്തും ഇപ്പോൾ മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിന് നാട്ടിലൊരുക്കിയ ഒരു സ്വീകരണത്തിലൊക്കെ പ്രസംഗിക്കുകയും പങ്കെടുക്കുകയൊക്കെ ചെയ്ത വ്യക്തിയാണ്. തീർത്തും അപ്രതീക്ഷിതമായാണ് അദ്ദേഹത്തിൻ്റെ വിയോഗമുണ്ടായത്. മലയാളികളാകെ ഞെട്ടിത്തെരിച്ച ഒരു സംഭവമായിരുന്നു. വലിയ ദുഃഖത്തോടു കൂടെ കേട്ട വാർത്തയായിരുന്നു. ആ സന്ദർഭത്തിൽ മുഖ്യമന്ത്രി വളരെ ലളിതമായ ഒരു പോലീസ് വാഹനത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് അവിടേക്ക് വന്നത്. അവിടെ തന്നെ വലിയ തോതിൽ തിക്കും തിരക്കൊക്കെ ഉണ്ടാക്കിയപ്പം ഈ മാധ്യമപ്രവർത്തകരെന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയക്കാരൊക്കെ ഉണ്ടല്ലോ, മൊബൈലുള്ള എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയക്കാരായതുകൊണ്ട് അവരെല്ലാം ഈ ചിത്രീകരണം നടത്തും. അവർക്ക് വേണ്ടത് ഈ അവിടുത്തെ ഈ വിറ്റ് കാശാക്കുക എന്നുള്ളത്, റീലിടുക, ഏതൊക്കെ പ്രധാന നേതാക്കൾ നടന്നു വരുന്ന കാഴ്ച കാണിക്കുക, അവർ കരയുന്ന കാഴ്ച കാണിക്കുക, അവർ കുമ്പിട്ട് നടക്കുന്നത് കാണുക, അങ്ങനെ റീത്ത് വെക്കുന്ന ചില കാഴ്ചകൾ കാണിക്കുക. ഇതൊക്കെ കാണിച്ചാൽ വലിയ തോതിലുള്ള വ്യൂസും സമ്പാദ്യം ഉണ്ടാക്കുക എന്നുള്ളൊരു ധാരണയിൽ കുറേ പേര് തിക്കും തിരക്കും കൂടിയപ്പോൾ മുഖ്യമന്ത്രിക്ക് പോലും ഇടപെടേണ്ടി വന്നു. സലീം കുമാറിൻ്റെ മകൻ ഒരു ഘട്ടത്തിൽ വല്ലാതെ ക്ഷോഭിക്കുന്ന കാഴ്ചയും നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കാണാണ്ടായിട്ട്. അതെന്തെങ്കിലും ആകട്ടെ. ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത്, ഇതിനെന്തിനാണ് ഈ പിണറായി വിജയൻ്റെ മേക്കിട്ട് കയറുന്നത്? അദ്ദേഹം പണ്ടങ്ങ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ മറ്റൊരു ഹാസ്യ സമ്രാട്ട് ഇന്നസെൻ്റ് ചേട്ടൻ മരിച്ചപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇന്നസെൻ്റ് ഇടതുപക്ഷത്തിനോട് ചേർന്ന് സഞ്ചരിച്ച ആൾ കൂടിയായിരുന്നു, MP ആയിരുന്നു. അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായിട്ട് അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ 55ഓളം വാഹനവ്യൂഹവും 500 പോലീസിൻ്റെ പ്രൊട്ടക്ഷനോടും കൂടിയാണ് അത്രേ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണാൻ ചെന്നത്. എന്തു തരത്തിലുള്ള ഒരു അധിക്ഷേപമാണ് ഈ മനുഷ്യൻ നടത്തുന്നതെന്ന് നോക്കി. എന്താണ് മേജർ രവി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പിണറായി വിജയനെ ഈ സന്ദർഭത്തിൽ അധിക്ഷേപിച്ചത് കൊണ്ട് എന്തു ഗുണമാണ് അദ്ദേഹത്തിന് കിട്ടാനുള്ളത്? സതീശനെ പുകഴ്ത്തുകയായിരുന്നു ഉദ്ദേശമെങ്കിൽ അത് നടത്തിയാൽ മതിയായിരുന്നു. അതിന് ഈ പിണറായി വിജയനെ അധിക്ഷേപിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്താണ് സതീശനുള്ള ഇദ്ദേഹത്തിൻ്റെ താല്പര്യം എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെ നമ്മൾ കേട്ടിരുന്നു BJPക്ക് താല്പര്യം സതീശനോടായിരുന്നു, UDFനോടായിരുന്നു. ഇദ്ദേഹം BJPയുടെ കാൻഡിഡേറ്റ് ആയിരുന്നു എന്ന് നമ്മൾ കാണുമ്പോൾ ചിലതൊക്കെ ചേർത്ത് വായിക്കേണ്ടതില്ലേ എന്ന് നമ്മൾ സംശയിക്കുന്നു. സതീശനെ പോലെ ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയത് മഹാഭാഗ്യമായി പോയി എന്നാണ് ഇവിടെ ഈ മേജർ രവി പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇവർ ആഗ്രഹിച്ചതാണ്. മേജർ രവിയെ അടങ്ങുന്ന BJP ഇങ്ങനെ ഒന്ന് ആഗ്രഹിച്ചിരുന്നു സതീശനെ അധികാരത്തിൽ കയറ്റാൻ എന്നല്ലേ നമ്മളിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഇനി അങ്ങനെ മനസ്സിലാക്കിക്കോട്ടെ. അതിന് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ ഇല്ലാത്ത കാര്യം പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് എന്തിനാണ്? ഇന്നസെൻ്റ് ചേട്ടൻ അന്തരിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിധത്തിലാണോ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വന്നത്? 55 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി 500 പോലീസുകാരും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ മലയാളി പറഞ്ഞ് പറ്റിക്കുന്നത് എന്തിനാണ്? തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ തോൽപ്പിച്ചില്ലേ? ഇനിയെങ്കിലും ഈ പിണറായി ഒന്ന് വെറുതെ വിട്ടുകൂടെ എൻ്റെ മേജർ രവിയെ? നിങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം നിറവേറ്റി കഴിഞ്ഞാൽ
പിന്നെയും എന്തിനാണ് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്? ഈ പിണറായി വിജയൻ ഒരിക്കലും ഇത്തരം അധിക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അദ്ദേഹത്തെ പറ്റി എന്തു വേണമെങ്കിൽ പറഞ്ഞോട്ടെ എന്നുള്ള ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ എന്തു പറ്റും? ജനം അത് വിശ്വസിച്ചു പോകും. ഇത് ശരിയാണെന്ന് തോന്നും. ഈ 55 വാഹന വ്യൂഹത്തിലും 500 പോലീസിൻ്റെ കൂടെയാണ് ഈ പിണറായി വിജയൻ വന്നതെന്നും ഇപ്പോഴത്തെ ഈ മുഖ്യമന്ത്രി എത്ര സിമ്പിളാണ് എന്നും പൊതുജനം ധരിച്ചു പോകും. അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് കാഴ്ചകൾ ഇപ്പോൾ ഈ ടെക്നോളജിയൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് മൂടി വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മലയാളികളെ, നിങ്ങൾ ഈ കാഴ്ച കാണണം കേട്ടോ. ഈ മേജർ രവി എന്തുമാത്രം വിഷമാണ് ഈ സമൂഹത്തിൽ കുത്തിവെക്കുന്നതെന്ന് കാണേണ്ടതാണ്. നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ. ഇപ്പൊ കണ്ട കാഴ്ചകളിൽ എവിടെയെങ്കിലും പിണറായി വിജയന്റെ കൂടെ, അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ 500 പോലീസുകാരുണ്ടോ? വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണോ അദ്ദേഹം ഈ ഇന്നസെന്റിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വന്നത്? വളരെ സങ്കടകരമായി ദുഃഖം തളർന്നു കെട്ടി നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഒരു അകമ്പടി വാഹനവുമായിട്ടാണ് അദ്ദേഹവും വരുന്നത്. ഭാര്യ കൂടെയുണ്ട്. അവിടെ വരുന്നു, അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു, മുഷ്ടി ചുരുട്ടി അന്ത്യയാത്ര ചൊല്ലുന്നു, കുടുംബാംഗങ്ങളെ കണ്ട് അവരുടെ സങ്കടത്തിൽ പങ്കുചേരുന്നു. ഏതൊരു മനുഷ്യനും ചെയ്യുന്ന സാധാരണ കാഴ്ചയല്ലേ അവിടെയും കണ്ടത്? അതിലപ്പുറം സതീശൻ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? അപ്പോൾ ഇദ്ദേഹത്തിന് മേജർ രവിക്ക് മറ്റെന്തോ ഉദ്ദേശമുണ്ട്. പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് സതീശനെ നേരിട്ട് പോയി കാണുന്നു, കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ആ നിലയ്ക്ക് കാര്യങ്ങളെല്ലാം പലതരത്തിലും BJP കൂടെ കൺട്രോൾ എടുക്കുകയാണ് ഈ ഭരണത്തിൽ നിന്ന് ചിലപ്പോൾ മലയാളി തെറ്റിദ്ധരിച്ചാൽ അത് കുറ്റം പറയേണ്ട കാര്യമില്ല. അതിനേക്കുള്ള വഴി വെട്ടി തുറക്കുകയാണ് അയാളുടെ ഉദ്ദേശം. അതല്ലാണ്ട് ഈ അസമയത്ത് പ്രത്യേകിച്ചും ഒരു നടൻ്റെ മരണത്തിൽ സതീശൻ വളരെ സിമ്പിളായി ചെന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ ഇടിച്ചു താഴ്ത്തുക എന്ന പർപ്പസും കൂടെ ചെയ്തത് ഒരു സാമാന്യ മനുഷ്യന് ചേരുന്ന നിലവാരത്തിലായിരുന്നില്ല എന്നിവിടെ പറഞ്ഞു വെക്കട്ടെ. മേജർ രവിയുടെ ഈ ഒരു രീതി ഒട്ടും അനുകരണീയമല്ല എന്നും പറയേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമേ ഇവിടെ പറയാനുള്ളൂ. മേജർ രവിയുടെ പ്രതികരണം വളരെ തരം താണതായിപ്പോയി എന്ന് മാത്രമേ ഈ തരുണത്തിൽ പറയാനുള്ളൂ. നമ്മുടെ പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും. കമൻറ്റ് ബോക്സ് ഇടുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.